അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. 18ാമത്തെ ഹദീസാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. അവസാനത്തെ 10ലേക്ക് ആവേശത്തോടു കൂടി എന്നാണ് നമ്മളെ വിഷയം. അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാന യഅ്തകിഫുൽ അശ്റിൽ അവാഖിരി മിൻ റമളാൻ ഹത്താ തവഫാഹുല്ലാഹു അസ്സ വജൽ സുമ്മ അഅ്തകഫ അസ്വാജുഹു മിൻ ബഅദിഹി. ആയിഷ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. അവർ പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണം വരെ റമളാനിൽ അവസാനത്തെ 10 ഇഅ്തികാഫ് ഇരിക്കാറുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം അവിടുത്തെ ഭാര്യമാർ ഇഅ്തികാഫ് ഇരിക്കാറുണ്ടായിരുന്നു. എന്താണ് യഥാർത്ഥത്തിൽ ഇഅ്തികാഫ് എന്നത്? അള്ളാഹുവായുള്ള ആത്മബന്ധം ദൃഢമാക്കാൻ നിസ്കാരം, ഖുർആൻ പാരായണം, അള്ളാഹുവിനെ സ്മരിക്കുക പോലെയുള്ള ആരാധനാകർമ്മങ്ങൾ നിർവഹിക്കാനായി പടപ്പുകളുമായുള്ള ബന്ധങ്ങൾ വിച്ഛേദിച്ച് നീയത്തോടെ പള്ളിയിൽ ഭജനമിരിക്കുന്നതിനാണ് ഇഅ്തികാഫ് എന്ന് പറയുന്നത്. അപ്പം എന്തൊക്കെ ചെയ്യണം? അള്ളാഹുവുമായി ആത്മബന്ധം ദൃഢമാക്കാനാണ്, നിസ്കാരം എന്ന് പറഞ്ഞാൽ ഇബാദത്ത് ചെയ്യാനാണ്, ഖുർആൻ പാരായണം ചെയ്യാനാണ്, ധാരാളം ദിക്ർ ചൊല്ലാനാണ്, പടപ്പുകളുമായുള്ള ബന്ധം വിച്ഛേദിച്ച് പടച്ചവുമായുള്ള ബന്ധം കൂട്ടിച്ചേർക്കാനാണ് ഇഅ്തികാഫ് ഉള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ 10 ഇബാദത്തിൽ മുഴുകിയിരുന്നു എന്ന് നമുക്കറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ 10 ദിവസങ്ങളിൽ പള്ളിയിലായിരുന്നു ഇരുന്നിരുന്നത്. ഇത് റമളാനിൽ പ്രബലമായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പതിവാക്കിയിരുന്നതായും അവസാനത്തെ 10 കൂടുതൽ ബലവത്തായുള്ള സുന്നത്തുമാകുന്നു അത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാർ ഇഅ്തികാഫ് ഇരുന്നിരുന്നു നമുക്ക് മനസ്സിലാക്കാം. പുരുഷന്മാർക്ക് മാത്രമല്ല സ്ത്രീകൾക്കും ഇഅ്തികാഫ് ഇരിക്കാവുന്നതാണ് എന്നൊരു കാര്യം കൂടി ഈ സംഭവങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ ദിവസങ്ങളിലാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഅ്തികാഫിൽ കഴിഞ്ഞിരുന്നത്. അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യഅ്തകിഫു ഫീ കുല്ലി റമളാനി 10 അയ്യാമിൻ ഫലമ്മാ കാനൽ ആമുൽ ലദീ ഖുബിള ഫീഹി ഇഅ്തകഫ 20 യൗമ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ റമളാനിലും 10 ദിവസം ഇഅ്തികാഫ് ഇരിക്കാറുണ്ടായിരുന്നു. അദ്ദേഹം മരണപ്പെട്ട വർഷം 20 നാൾ ഇഅ്തികാഫ് ഇരിക്കുകയുണ്ടായി. പുരുഷന്മാർക്ക് മാത്രമല്ല ഇഅ്തികാഫ്, സ്ത്രീകളും പള്ളിയിലെത്തണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാർ പള്ളിയിൽ ഇഅ്തികാഫ് ഇരുന്നിരുന്നു. ലൈലത്തുൽ ഖദർ ലഭിക്കാനായിരുന്നു ആ സമയം അവിടുന്ന് ഇഅ്തികാഫിനായി തിരഞ്ഞെടുത്തത്. ഏറെ പുണ്യമുള്ള ആ കർമ്മത്തോട് മുസ്ലിങ്ങൾ നിർവികാരപരമായ നിലപാടുകൾ സ്വീകരിക്കുന്നത് വേദനാജനകമാണെന്ന് പറയാതിരിക്കാൻ വയ്യ. ജുമാ നിർവഹിക്കപ്പെടുന്ന ഏത് പള്ളിയിലും ഇഅ്തികാഫ് നമുക്ക് അനുഷ്ഠിക്കാം. 10 ദിവസം മുഴുവനും അതിനായി മാറ്റിവെക്കാൻ പ്രയാസപ്പെടുന്നവർക്ക് ദിവസങ്ങൾ ചുരുക്കിയും രാത്രി മാത്രം കഴിയുന്നവർ അങ്ങനെയും ഒഴിവു സമയങ്ങളിൽ സാധ്യതയനുസരിച്ചും ഇത് നിർവഹിക്കാവുന്നതാണ്. ലൈലത്തുൽ ഖദർ അതിനെക്കുറിച്ച് ഖുർആനും പറഞ്ഞിട്ടുണ്ട്, ഹദീത്തുകളിലും പറഞ്ഞിട്ടുണ്ട്. അൻ അബീ ഹുറൈറ ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതാകുൻ റമളാൻ ശഹ്റുൻ മുബാറകുൻ ഫീഹി ലൈലത്തുൻ ഖൈറുൻ മിൻ അൽഫി ശഹർ. നിങ്ങൾക്കിതാ അനുഗ്രഹീതമായ ഒരു മാസം റമളാൻ വന്നെത്തിയിരിക്കുന്നു. അതിൽ 1000 മാസത്തേക്കാൾ ശ്രേഷ്ഠകരമായ ഒരു രാത്രിയുണ്ട്. വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചിട്ടുള്ള ആ അനുഗ്രഹീത രാത്രിയാണ് ലൈലത്തുൽ ഖദർ. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദർ. തീർച്ചയായും നാം ഇതിനെ ഖുർആനിനെ നിർണയത്തിൻ്റെ രാത്രിയിൽ അവതരിപ്പിച്ചിരിക്കുന്നു. ഖുർആൻ പരിപൂർണമായും 1-ാം ആകാശത്തേക്ക് ഇറക്കപ്പെട്ട രാവിനെ അനുഗ്രഹീത രാവ് എന്ന് അള്ളാഹു വിശേഷിപ്പിച്ചിട്ടുണ്ട്. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറകത്തിൻ ഇന്നാ കുന്നാ മുൻദിരീൻ. തീർച്ചയായും നാം അതിനെ ഒരു അനുഗ്രഹീത രാത്രിയിൽ അവതരിപ്പിച്ചിരിക്കുന്നു. തീർച്ചയായും നാം മുന്നറിയിപ്പ് നൽകുന്നവനാകുന്നു. ഇത് അവസാന 10 ഒറ്റയായ രാവിലാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഇന്നി ഔരീതും ലൈലത്തുൽ ഖദ്രി സുമ്മ ഉൻസിതുഹ വൗ നുസിയതുഹ ഫൽതമിസു ഫിൽ അശ്രിൽ അവാഖിരി ഫിൽ വത്ർ. എനിക്ക് ലൈലത്തുൽ ഖദ്ർ കാണിക്കപ്പെട്ടിരുന്നു, പിന്നെ എനിക്കത് മറപ്പിക്കപ്പെട്ടു.
നിങ്ങൾ അവസാന 10 ഒറ്റയിട്ട ദിനങ്ങളിൽ അതിനെ പ്രതീക്ഷിച്ചു കൊള്ളുക. ഏത് ദിനമാണ് എന്ന് കൃത്യമായി പറയാൻ കഴിയാത്തതിനാൽ അവസാനത്തെ 10 എല്ലാ ഒറ്റയിട്ട രാവിലും പള്ളികളിൽ ഇരുന്ന് നിസ്കാരം, ഖുർആൻ പാരായണം തുടങ്ങിയ നന്മകൾ അധികരിപ്പിക്കാൻ നാം ശ്രദ്ധിക്കണം. പള്ളിയിൽ പോകാൻ കഴിയാത്ത സ്ത്രീകളും മറ്റു രോഗികളും വീടുകളിൽ വെച്ച് ഈ രാവിനെ സജീവമാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിക്കുന്ന രാത്രിയിൽ വർദ്ധിപ്പിക്കേണ്ട പ്രാർത്ഥനയാണ് അല്ലാഹുമ്മ ഇന്നക അഫ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അല്ലാഹുമ്മ ഇന്നക അഫ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അല്ലാഹുമ്മ ഇന്നക അഫ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അല്ലാഹുവേ, നീ മാപ്പ് നൽകുന്നവനും മാപ്പ് നൽകുന്നത് ഇഷ്ടപ്പെടുന്നയാളുമാണ്. എന്നോട് നീ പുറത്തു മാപ്പാക്കണമേ. ലൈലത്തുൽ ഖദ്ർ നേടിയെടുക്കാൻ പരിശ്രമിക്കാത്തവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആക്ഷേപിച്ചിട്ടുള്ളതായി കാണാം. അനസ് ഇബ്നു മാലിക് ഖാല റജുലുൻ ദഖല റമളാൻ ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന ഹാദാ അശ്ശഹ്റു ഖദ് ഖറൽതും ഖലറകും വഫീഹി ലൈലത്തുൻ ഖൈറും മിൻ അൽഫി ശഹർ മൻ ഹുരിമഹാ ഫഖദ് ഹുരിമ അൽ ഖൈറു കുല്ലുഹു വലാ യുഹ്റം ഖൈറഹ ഇല്ലാ മഹ്റൂം. റമളാനിലേക്ക് പ്രവേശിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, നിശ്ചയം ഈ മാസം നിങ്ങൾക്ക് വന്നെത്തിയിരിക്കുന്നു. 1000 മാസത്തേക്കാൾ ഉത്തമമായ ഒരു രാത്രി അതിലുണ്ട്. അത് തടയപ്പെട്ടവൻ ഖൈറ് മുഴുവൻ തടയപ്പെട്ടിരിക്കുന്നു. ആ രാത്രിയുടെ ഖൈറ് മഹ്റൂമിനല്ലാതെ, ജീവിതമാർഗം തടയപ്പെട്ടവൻ ദരിദ്രനല്ലാതെ തടയപ്പെടുകയില്ല. അവസാനത്തെ 10 പള്ളിയിലെ ഇത്തികാഫിരിക്കലും പ്രാർത്ഥനകൾ വർദ്ധിപ്പിക്കലുമാണ് പ്രവാചക മാതൃക. പ്രാർത്ഥനാ സദസ്സ് എന്ന പേരിൽ ജനങ്ങളെ പള്ളികളിൽ നിന്നും സ്ഥിരപ്പെട്ട സുന്നത്തുകളിൽ നിന്നും അകറ്റി പാടത്തും പറമ്പിലും ഒരുമിച്ച് കൂട്ടുന്ന പുത്തനാചാരത്തെ നാം സൂക്ഷിക്കണം. പുരോഹിതവർഗത്തിൻ്റെ കെണിയിൽപ്പെട്ട് വിശ്വാസികൾ നഷ്ടപ്പെടുത്തുന്ന ഈ അളവറ്റ പുണ്യത്തിൻ്റെ സന്ദർഭങ്ങളാണ് പരലോക രക്ഷ ആഗ്രഹിക്കുന്ന വിശ്വാസികൾ നിലകൊള്ളേണ്ടത് പ്രമാണങ്ങളുടെ പക്ഷത്താണെന്ന് മനസ്സിലാക്കി ഇഅ്തികാഫ് എങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരുന്നിരുന്നോ എന്നുള്ളത് മനസ്സിലാക്കി അതിനനുസരിച്ച് നിലകൊള്ളാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ.